ഹലോ മൈ ഡിയർ ഫ്രണ്ട്സ്, എല്ലാവർക്കും മീരാസ് 111 ടാരോട്ട് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മളിന്ന് നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ, കറണ്ട് എനർജി ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. ആ ഒരു എനർജിയിൽ നിങ്ങളുടെ വ്യക്തിക്ക് എന്തെങ്കിലും രീതിയിലുള്ള മാറ്റങ്ങൾ ഉടനെ തന്നെ വരാനുള്ള സാധ്യതകളുണ്ടോ, നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി അവർ എന്തെങ്കിലും ആക്ഷൻ എടുക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ്. അപ്പൊ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആകണമെന്നില്ല. റെസനേറ്റ് ആകുന്നവർ ഞാൻ ഇതിൽ പറയുന്ന കാര്യങ്ങളിൽ നിങ്ങൾക്ക് പോസിറ്റീവ് ആണെന്ന് തോന്നുന്ന കാര്യങ്ങളെ നിങ്ങളുടെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഇതിൽ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങൾക്ക് മാച്ച് ആവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഗൈഡൻസ് ആയിട്ട് എടുക്കാവുന്നതുമാണ്. അപ്പൊ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. അതുപോലെ തന്നെ ജനറൽ റീഡിംഗ് ആണ്. എപ്പോഴാണോ ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ മുതൽ റെസനേറ്റ് ചെയ്യുന്നതായിരിക്കും. വ്യക്തിപരമായ കാര്യങ്ങളെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഒരു പേഴ്സണൽ റീഡിംഗ് എടുക്കാം. അതിലൂടെ നല്ല ഒരു ക്ലാരിറ്റിയും നല്ല ഒരു ഗൈഡൻസും ലഭിക്കുന്നതായിരിക്കും. അപ്പൊ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ പേഴ്സണെ കുറിച്ചും നിങ്ങളുടെ പേഴ്സന്റെ പേര്, മുഖം ഇതെല്ലാം മനസ്സിലേക്ക് നന്നായിട്ട് ഓർക്കുക. പോസിറ്റീവായിട്ട് മാത്രം തിങ്ക് ചെയ്യുക. നെഗറ്റിവിറ്റി കാര്യങ്ങൾ ഇതൊന്നും തന്നെ ലൈഫുമായിട്ട് കണക്ട് ചെയ്യാതിരിക്കുക. കാരണം നിങ്ങൾ എന്താണോ മാനിഫെസ്റ്റ് ചെയ്യുന്നത് അല്ലെങ്കിൽ നിങ്ങൾ എന്താണോ മനസ്സിൽ നിരന്തരമായിട്ട് ചിന്തിക്കുന്നത് ആ ഒരു കാര്യങ്ങളാണ് നിങ്ങളുടെ ലൈഫിലേക്ക് മാനിഫെസ്റ്റ് ആവുന്നത്. അതുകൊണ്ട് നെഗറ്റിവിറ്റി മാക്സിമം അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം. അപ്പൊ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. Three of Cups, Eight of Swords, Judgment, Two of Cups, the Tower energy, Page of Swords, Page of Wands, Eight of Cups, King of Wands, Five of Pentacles, the Hierophant, Moon energy, the Wheel of Fortune, Empress, Three of Swords, Seven of Wands, Ace of Wands, Justice ആണ് വന്നിരിക്കുന്നത്. ബോട്ട് ഓഫ് ഡെക്ക് ആയിട്ട് വന്നിരിക്കുന്നത് ഫൈവ് ഓഫ് കപ്സ് ആണ്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു സ്പ്രെഡ് ആയിട്ട് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സ്പ്രെഡിൽ ആദ്യമേ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ ഇപ്പോഴത്തെ ഒരു കറണ്ട് സിറ്റുവേഷൻ അല്ലെങ്കിൽ കറണ്ട് എനർജി ഏത് രീതിയിലാണ് നിൽക്കുന്നത് എന്നുള്ളത് പറയാം. ഇവിടെ നമുക്ക് ത്രീ ഓഫ് സോഴ്സ് വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ നിങ്ങളുടെ ബന്ധം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷനിൽ നിൽക്കുന്ന വ്യക്തികളാണ്. ബ്രേക്കപ്പ് സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ ഒരു ഓൺ ആൻഡ് ഓഫോ കാര്യങ്ങളോ അല്ല, പൂർണ്ണമായിട്ടും നിന്ന് പോയിരിക്കുന്ന ഒരു അവസ്ഥ. റീസൺസ് പല കാര്യങ്ങൾ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഈഗോ കാര്യങ്ങൾ വരാനുള്ള സാധ്യത കാണിക്കുന്നുണ്ട്. ഈ ഒരു വ്യക്തി എന്തായാലും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ വളരെ വലിയ രീതിക്ക് ചതിച്ച് കടന്നു പോയവരാണ്. ചതിച്ച് പോവാന്ന് പറയുമ്പോഴേക്കും ഒരു വഞ്ചന കാര്യങ്ങൾ ചെയ്യുക. അപ്രതീക്ഷിതമായിട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു കാര്യം നേരിട്ട് നിൽക്കുന്നത്. ഇപ്പൊ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ട് കുറച്ചധികം നാളുകളായിട്ടുണ്ടാകാം. സഡൻ ആയിട്ട് കഴിഞ്ഞിരിക്കുന്ന ഒരു പ്രശ്നത്തിനെ അല്ല നമുക്കിവിടെ കാണിക്കുന്നത് കേട്ടോ. കുറച്ച് നാളുകളായിട്ട് നിങ്ങൾ ഒരു നീതിക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന വ്യക്തികളാണ്. അല്ലെങ്കിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് നിങ്ങൾ ഇങ്ങനെ മുന്നോട്ടേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ്. എന്തെങ്കിലുമൊക്കെ ഒരു മാറ്റങ്ങൾ വേണം, നിങ്ങൾക്കൊരു നീതി വേണം എന്ന് ആഗ്രഹിച്ചു പോകുന്നു. ഈ ഒരു ബാഡ് ആയിട്ടുള്ള കർമ്മ നിങ്ങളെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങളുടെ സന്തോഷമാണെന്നുണ്ടെങ്കിലും എല്ലാ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും സ്വയമേ തന്നെ നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞു. കാരണം നഷ്ടപ്പെടുത്തി കളഞ്ഞു എന്ന് പറയാൻ കാരണം ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ ലൈഫിലേക്ക് നേരിട്ടപ്പോൾ അതും അപ്രതീക്ഷിതമായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചടി എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവിധ സന്തോഷങ്ങളിൽ നിന്നും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്ന ഒരു അവസ്ഥയിലേക്ക് ആക്കി മാറ്റിയിട്ടുണ്ട്. അപ്പൊ ആ ഒരു വേദനയിലൂടെ കടന്നു പോകുന്നവരാണ് നിങ്ങൾ. ഇപ്പോഴും നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഒന്ന് എണീക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അതിന് സാധിക്കുന്നില്ല. അപ്പൊ നിങ്ങളോട് ആദ്യമേ തന്നെ ഇവിടെ പറയാൻ ആഗ്രഹിക്കുന്നത്, യൂണിവേഴ്സ് പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങളുടെ സെൽഫ് ലവിലേക്ക് നിങ്ങൾ കുറച്ചുകൂടെ വരേണ്ടത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. വളരെ പെട്ടെന്ന് തന്നെ നിങ്ങൾ അതിലേക്ക് എത്തുക. കാരണം നിങ്ങളുടെ ആ ഒരു കഴിവുകൾ, നിങ്ങളുടെ ആ ഒരു സന്തോഷങ്ങൾ എല്ലാം നിങ്ങൾ മറ്റൊരാൾക്ക് വേണ്ടിയിട്ട് അടക്കി വെച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അങ്ങനെ മറ്റൊരാളിലേക്ക് ഒരുപാട് അഡിക്ഷനിലേക്ക് നിങ്ങൾ പോവാതിരിക്കുക. നിങ്ങൾക്കും കുറച്ച് വാല്യൂ നിങ്ങൾ നൽകേണ്ട ഒരു സമയമാണ്. എന്താണോ നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചത് ആ ഒരു കാര്യം ഒരു ബാഡ് കർമ്മയാണ് എന്നുണ്ടെങ്കിൽ
ഇവിടെ നിങ്ങൾക്ക് ആ ഒരു ബാഡ് കർമ്മയെല്ലാം കംപ്ലീറ്റ്ലി അവസാനിച്ചിട്ട് ഒരു ഗുഡ് കർമ്മ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോവുകയാണ്. ജസ്റ്റിസ് ആണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ ജഡ്ജ്മെന്റ് എനർജി വന്നിട്ടുണ്ട്. വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് ആണ് കാണിച്ചിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ പോലും പ്രതീക്ഷിക്കാത്ത ഒരു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് കടന്നു വരാൻ പോകുന്നു. അല്ലാന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്കൊരു നീതി നടപ്പിലാകാൻ പോകുന്നു. അതായത് നിങ്ങളുടെ വ്യക്തിയിലൂടെ യൂണിവേഴ്സ് അത് നിങ്ങളിലേക്ക് നടപ്പിലാക്കാനായിട്ട് പോകുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ ഇതാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ സിറ്റുവേഷൻ, നിങ്ങളുടെ ഒരു എനർജിയും. അപ്പൊ എന്താണ് നിങ്ങളുടെ വ്യക്തിയുടെ ഭാഗത്ത് നിന്ന് വരാനായിട്ട് പോകുന്ന കാര്യങ്ങൾ, എന്താണ് അവരുടെ ഒരു അവസ്ഥ, അവരുടെ മനസ്സിൽ നടക്കാൻ പോകുന്ന മാറ്റങ്ങളും അവരെടുക്കാൻ പോകുന്ന ആക്ഷൻസും ഒക്കെ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു വരാം. അപ്പൊ ഈ ഒരു വ്യക്തിയുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ 5 ഓഫ് കപ്സ് ഇവിടെ വന്നിട്ടുണ്ട്. ഇവരിപ്പോ എന്തിലേക്കാണോ നിങ്ങളെ വിട്ടിട്ട് പോയത്, ഏത് സിറ്റുവേഷനിലേക്കാണോ പോയത്, അവിടെ അവർ പോയി നിന്ന സ്ഥലത്ത് യഥാർത്ഥമായിട്ടുള്ള ഒരു സ്നേഹമല്ല അവർക്ക് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് അവരിപ്പോ മനസ്സിലാക്കിയിരിക്കുകയാണ്. ഇവിടെ ടവർ എനർജി വന്നിരിക്കുന്നത് കൊണ്ട് തന്നെ ഭയങ്കരമായിട്ടുള്ള ഒരു കർമ്മ നിങ്ങളുടെ വ്യക്തി ഇപ്പൊ നേരിടുന്നുണ്ട്. കർമ്മ എന്ന് പറയുമ്പോൾ എവിടെ നിന്നോ നല്ലൊരു 8ന്റെ പണി അവർക്ക് കിട്ടിയിട്ടുണ്ട്. ഒരു വലിയ രീതിയിലുള്ള തിരിച്ചടി അവരിപ്പോ നേരിട്ട് നിൽക്കുകയാണ്. എവിടേക്കാണോ സന്തോഷം എന്നുള്ള രീതിക്ക് പോയത്, ഇവിടെ 5 ഓഫ് കപ്സും വന്നിട്ടുണ്ട്, 5 ഓഫ് പെന്റക്കിൾസും വന്നിട്ടുണ്ട്. അതുകൊണ്ട് വൈകാരികപരമായ രീതിയിലുള്ള ഒരു തിരിച്ചടി ലഭിച്ചിട്ടുണ്ട്. സാമ്പത്തികപരമായിട്ടുള്ള രീതിയിലുള്ള തിരിച്ചടി, അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ്, ആരോഗ്യപരമായിട്ടുള്ള രീതിയിലാണെങ്കിൽ മൂന്നും ഒരുപോലെ കിട്ടിയിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു സ്പ്രെഡ് ആണ് ഈ ഒരു എനർജി എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ എല്ലാ രീതിക്കും ഭയങ്കരമായിട്ടുള്ള ഒരു അകപ്പെട്ട് നിൽക്കുന്ന ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരു കാര്യം അവരുടെ ലൈഫിൽ വന്നിരിക്കുന്നത് കൊണ്ടിട്ടാണ്, അതായത് വന്നിരിക്കാൻ കാരണം എന്ന് പറയുന്നത് നിങ്ങൾ നീതിക്ക് വേണ്ടി നിൽക്കുന്നവരാണ്. അപ്പൊ നമ്മളിവിടെ നോക്കിയിരിക്കുന്ന സ്പ്രെഡ് പോലും ആ ഒരു രീതിയിലാണ്. എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ യൂണിവേഴ്സ് ആയിട്ട് ഈ ഒരു വ്യക്തിയിലൂടെ പ്രവർത്തിക്കാനായിട്ട് പോകുന്നത് എന്നുള്ളത്. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഒരു പേഴ്സന്റെ എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്രതീക്ഷിതമായിട്ട് നിങ്ങളെ ഒരു വേദനയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു വേദനയുടെ പടുകുഴിയിലേക്ക് തള്ളിയിട്ടവരാണെന്നുണ്ടെങ്കിൽ ഇവർക്കും അപ്രതീക്ഷിതമായിട്ട് അതേ പടുകുഴിയിലേക്ക്, തൊട്ടപ്പുറത്തെ കുഴിയിലേക്ക് ഇവർക്കും വീഴേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ വീണ് കിടക്കുന്ന ഈ ഒരു അവസ്ഥയിലാണ് അവരിപ്പോ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നത് അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ജീവിതം അവരെ പല കാര്യങ്ങൾ ഇപ്പൊ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണ്. ആ ഒരു പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്താണ് അവര് എന്തെങ്കിലുമൊക്കെ വേണം, ചെയ്യണം എന്ന് ആഗ്രഹിക്കുകയും അതുപോലെ നിങ്ങളെ കുറിച്ച് കൂടുതലായിട്ട് ഓർക്കുകയും ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കേണ്ട സമയം ഇതാണ്. ആ ഒരു നീതി നിങ്ങൾക്ക് നടപ്പിലാക്കുക തന്നെ വേണം. യഥാർത്ഥമായ ഒരു സ്നേഹത്തെ പൂർണ്ണമായിട്ടും കാലുകൊണ്ട് ചവിട്ടി എറിഞ്ഞിട്ട് എങ്ങോട്ടാണോ പോയത് അവിടെ നിന്നും അപ്രതീക്ഷിതമായ തിരിച്ചടി, അതുപോലെ മാനഹാനി, അതായത് മാനസികപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ, സാമ്പത്തിക നഷ്ടം എല്ലാം നേരിടേണ്ടി വന്നിട്ടുണ്ട്. ഭയങ്കര ഒരു സമൂഹത്തിലേക്ക്, അതായത് സൊസൈറ്റിയിലൊക്കെ ഭയങ്കര ഒരു പേരെടുത്ത് നിൽക്കുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു പേരെല്ലാം ഇപ്പോ നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. പക്ഷെ ഇപ്പൊ അവർ അതേക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, അതൊന്നും അവരെ bother ചെയ്യുന്നില്ല. അവരിപ്പോ അവർക്ക് എങ്ങനെയെങ്കിലും ഒരു നീതി ലഭിക്കണം, അവരുടെ നഷ്ടപ്പെട്ടു പോയ സന്തോഷമൊക്കെ ഒന്ന് വീണ്ടെടുക്കണം, അതോടൊപ്പം നിങ്ങളിലേക്ക് ഒരു നീതിയുമായിട്ട് കടന്നു വരണം, ആ ഒരു thought ആണ്. okay, അപ്പൊ ആ ഒരു ego ആണെന്നുണ്ടെങ്കിലും കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും അതൊക്കെ ഇപ്പോ secondary option ലേക്ക് മാറ്റി വെച്ചിരിക്കുന്നു. ഒരു സമയത്ത് അതൊക്കെയാണ് ഭയങ്കര കാര്യമായിട്ട് പിടിച്ചു വെച്ചിരുന്നതെന്നുണ്ടെങ്കിൽ ഇപ്പൊ അതിനെക്കുറിച്ചൊന്നും അല്ല ചിന്തകൾ നിൽക്കുന്നത്. എല്ലാ രീതിക്കും സ്വയം തന്നെ, അതായത് സ്വന്തം ജീവിതത്തിന് ഒരു പുതിയ തുടക്കം വേണം. അതിന് യൂണിവേഴ്സിന്റെ സപ്പോർട്ട് അവർക്ക് കിട്ടിയേ തീരുള്ളൂ. ഒരു സമയത്ത് ഒരുപാട് ഓപ്ഷൻസ് കാര്യങ്ങളൊക്കെ വന്നപ്പോൾ തിരഞ്ഞെടുത്ത് പോയത് ഭയങ്കരമായ ഒരു ഫിസിക്കൽ അട്രാക്ഷനിലേക്കാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അതൊന്നുമല്ല യഥാർത്ഥമായ ജീവിതം എന്നുള്ള പാഠങ്ങൾ വളരെ വേദനയിലൂടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്ക് ഓരോ സ്പ്രെഡ് ആയിട്ട് തന്നെ പറഞ്ഞു തരാം. ഇവിടെ 3 ഓഫ് കപ്സ് വന്നിരിക്കുന്നത് കൊണ്ടിട്ട് നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ ഈ ഒരു വ്യക്തി ഒരു സെലിബ്രേഷൻ വേണം എന്ന് ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ട്. സെലിബ്രേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബന്ധത്തിലേക്ക് ഒരു സന്തോഷം കൊണ്ടുവരിക. നിങ്ങൾ ഒരു കമ്മിറ്റ്മെന്റ് ആഗ്രഹിച്ചിരുന്ന വ്യക്തികളായിരുന്നു എന്നുണ്ടെങ്കിൽ, ഇപ്പോ ഒന്നിച്ച് ജീവിക്കാനായിട്ടുള്ള ഒരു മാരേജ് പോലുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഒക്കെ ആഗ്രഹിച്ചിരുന്നവരായിരുന്നു എന്നുണ്ടെങ്കിൽ ഒരു സമയത്ത് ഇവർ റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് കൂടുതൽ എഫേർട്ട് കാര്യങ്ങളൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. ഇവർക്ക് നിങ്ങളോട് സ്നേഹമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ അവർ ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് നിങ്ങളെ കൊണ്ടുവരുന്ന കാര്യം നിങ്ങൾ പറയുന്ന സമയത്തൊക്കെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് എസ്കേപ്പ് ആവുക, അല്ലെങ്കിൽ ഇമോഷൻസ് നിങ്ങളിലേക്ക് പ്രകടിപ്പിക്കാതിരിക്കുക, ആ ഒരു രീതിയിലൊക്കെ ചെയ്തിരുന്നവരാണ്. അതിന്റെ കാരണം ഇവരാരും നിയന്ത്രിച്ചു വെച്ചിട്ടല്ല, ഇവർ സ്വയമേ തന്നെയാണ് നിങ്ങളിലേക്ക് എഫേർട്ട് എടുക്കാതിരുന്നത്. അത് അവരുടെ സ്വാർത്ഥമായ ചിന്താഗതിയായിരുന്നു. എന്നാൽ ഇപ്പോ അവർ ആ ഒരു കെട്ടുകളെല്ലാം പൊട്ടിച്ചെറിയാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അവർക്കൊരു നീതി നടപ്പിലാക്കുക എന്നുള്ളത് അവരുടെ ദൗത്യമായിട്ട് അവരിപ്പോ ഏറ്റെടുത്തിരിക്കുകയാണ്. കാരണം സ്വയമേ ഒരു നീതി വേണം, അതോടൊപ്പം നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കുകയും വേണം. ആ ഒരു നീതി നടപ്പിലാക്കുക എന്ന് പറയുമ്പോൾ
നിങ്ങളുടെ സ്നേഹം അല്ലെങ്കിൽ നിങ്ങളുടെ കൈകൾ പിടിക്കണം. ഇനി മറ്റൊരാളുടെ കൈയല്ല പിടിക്കേണ്ടത്. ആത്മാർത്ഥമായിട്ടുള്ള ആ ഒരു സ്നേഹം ഇതാണ് എന്നുള്ളത് തിരിച്ചറിഞ്ഞുകൊണ്ടിട്ട് ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ള കൈകൾ പിടിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് ആ ഒരു കമ്മിറ്റ്മെന്റിലേക്ക് റിലേഷൻഷിപ്പിനെ കൊണ്ടുവന്ന് എത്തിക്കുക. അതിലൂടെ നിങ്ങളുടെ ബന്ധത്തില് നഷ്ടപ്പെട്ടു പോയ സന്തോഷം അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നങ്ങള്, നിങ്ങളുടെ സന്തോഷം, അവരിപ്പോ ഏറ്റവും കൂടുതൽ വേദനിക്കുന്നത് നിങ്ങളെ ഓർത്തിട്ടാണ്. അല്ലെങ്കിൽ അവർക്ക് ഏറ്റവും കൂടുതൽ കുറ്റബോധം തോന്നുന്നത് നിങ്ങളെ ഓർത്തിട്ടാണ്. നിങ്ങളോട് ഇങ്ങനെ ചെയ്യേണ്ടി വന്നിരിക്കുന്നതിൽ. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് ആത്മാർത്ഥമായ ഒരു സ്നേഹത്തിനെ എന്നെന്നും നിലനിർത്തണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അവർ ഈ ഒരു കാര്യം ചെയ്യാനായിട്ട് തുനിയുന്നത്. ആ ഒരു പാർട്ട്ണർഷിപ്പ് എനർജിയാണ്. പരസ്പരം ആ ഒരു ജെന്യുവിൻ ആയിട്ടുള്ള സ്നേഹം വേണം ഇനി കൈമാറാനായിട്ട്. ഇപ്പൊ നിങ്ങളോട് ഒരുപാട് കള്ളവും കാര്യങ്ങളൊക്കെ പറഞ്ഞ വ്യക്തികളായിരിക്കാം. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് ഹൈഡ് ചെയ്ത വ്യക്തികളായിരിക്കാം. അപ്പൊ ആ ഒരു കാര്യങ്ങളൊന്നും ഇനി റിപ്പീറ്റ് ചെയ്യാതെ ജെന്യുവിൻ ആയിട്ട് നിങ്ങളുടെ അടുത്ത് നിൽക്കണം. നിങ്ങളുടെ സ്നേഹത്തിന്റെ തീവ്രതയും ഡെപ്തും എല്ലാം മനസ്സിലാക്കിയിരിക്കുന്നത് കൊണ്ടിട്ടും അതോടൊപ്പം യൂണിവേഴ്സിൽ നിന്നും അപ്രതീക്ഷിതമായിട്ട് വന്നിരിക്കുന്ന ഈ ഒരു തിരിച്ചടി, പ്രത്യേകിച്ച് ആരോഗ്യപരമായ കാര്യങ്ങളിലൊക്കെ ഇവിടെ ഭയങ്കരമായിട്ട് സ്ട്രഗിൾ ചെയ്യുന്നതായിട്ട് കാണുന്നുണ്ട്. അപ്പൊ അങ്ങനത്തെയൊക്കെ ഒരു സിറ്റുവേഷനിലാണ് നിങ്ങളെ ഏറ്റവും കൂടുതലായിട്ട് ഓർത്തിരിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആവാനുള്ള സാധ്യതയുണ്ട് കേട്ടോ. ലവേഴ്സ് അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു രീതിയിലായിരിക്കാം. അപ്പൊ വീണ് കിടക്കുന്നപ്പോഴാണ് അവർക്ക് ഏറ്റവും കൂടുതലായിട്ട് മിസ് ചെയ്തിരിക്കുന്നത്. കാരണം ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ വന്നിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തില് റിലേഷൻഷിപ്പിന് വേണ്ടിയിട്ട് ഇവര് സ്വയമേ എഫേർട്ട് എടുക്കുകയാണ് എന്ന് ഇവർക്ക് തോന്നും. പക്ഷെ യൂണിവേഴ്സ് ആണ് ഇവരെ കൊണ്ട് ആ ഒരു രീതിയിലേക്ക് ചെയ്യിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം അതൊരു കർമ്മയാണ്. എവിടെയാണോ ഇവര് തൊടുത്തു വിട്ടത് അതേ സ്ഥലത്ത് ഇവര് വന്ന് നിൽക്കേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പൊ വന്നിരിക്കുന്നത്. അപ്പൊ എത്ര റിസ്ക് എടുക്കുകയാണെന്നുണ്ടെങ്കിലും അവരിനി ഇതിനു വേണ്ടിയിട്ട് ഇറങ്ങി പുറപ്പെടുക തന്നെ ചെയ്യും. അതിന് ഇനിയിപ്പോ തടസ്സങ്ങൾ എന്തും ആയിക്കൊള്ളട്ടെ, നിങ്ങളുടെ ആ ഒരു ഭാഗത്ത് നിന്ന് എന്തൊക്കെയായിരിക്കും ഇവരോട് ഇനി പ്രവർത്തിക്കാൻ പോകുന്നത് അതൊന്നും അവർക്ക് അറിയില്ല. പക്ഷേ അവർക്ക് അറിയാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് എന്ത് വന്നിട്ടുണ്ടെങ്കിലും ഇതിനു വേണ്ടി ഇറങ്ങും എന്നുള്ള രീതിയാണ്. വളരെ പാഷനേറ്റ് ആയിട്ട് പേജ് ഓഫ് വാണ്ട് എനർജി തന്നെയാണ് വന്നിരിക്കുന്നത്. വളരെ പാഷനേറ്റ് ആയിട്ട് ആ ഒരു ഫയർ എനർജിയാണ്. എത്ര റിസ്ക് എടുത്താലും മുന്നോട്ടേക്ക് ഇറങ്ങും എന്നുള്ള ഒരു റിസ്ക് എടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ ആ ഒരു തീരുമാനം എടുത്ത് ഉറപ്പിച്ചു നിൽക്കുന്ന ഒരു പേഴ്സൺ ആണ് ഇവര്. കാരണം അപ്രതീക്ഷിതമായി ലഭിച്ചിരിക്കുന്ന ഈ ഒരു തിരിച്ചടി എന്ന് പറയുമ്പോൾ ഭയങ്കരമായ രീതിയിലുള്ള ഒരു പൊള്ളൽ തന്നെയാണ് ഏൽപ്പിച്ചിരിക്കുന്നത്. ശരീരത്തിനാണെന്നുണ്ടെങ്കിലും മനസ്സിനാണെന്നുണ്ടെങ്കിലും നിറഞ്ഞു നിൽക്കുന്ന ഒരു വേദനയാണ്. അപ്പൊ ആ ഒരു വേദനയിൽ നിന്ന് ഒരു മുക്തി അത് അനിവാര്യമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പോ കംപ്ലീറ്റ്ലി സ്വന്തം വ്യക്തിത്വം പോലും നഷ്ടപ്പെട്ടാണ് നിൽക്കുന്നത്. അതുകൊണ്ടാണ് അവരുടെ ആ ഒരു ഈഗോ കാര്യങ്ങളൊക്കെ ഒരു സെക്കൻഡറി ഓപ്ഷൻ ആയിട്ട് വെച്ചിരിക്കുക എന്നുള്ളത് പറഞ്ഞിരിക്കുന്നത്. അവർക്കിപ്പോ ആദ്യം വേണ്ടത് ഒരു സമാധാനമാണ്, അല്ലെങ്കിൽ ആരോഗ്യപൂർവ്വമായിട്ടുള്ള ഒരു ജീവിതമാണ്. ഫിനാൻഷ്യൽ കാര്യങ്ങളോ എന്തുവാണെന്നുണ്ടെങ്കിലും അതൊക്കെയും സെക്കൻഡറി ആയിട്ടാണ് വെച്ചിരിക്കുന്നത്. സമാധാനം ജീവിതത്തിൽ വേണം എന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരു അവസ്ഥ. കാരണം ഇപ്പൊ പൂർണ്ണമായിട്ടും ഒരു മറ്റൊരു ലോകത്തേക്കോ അല്ലെങ്കിൽ ഒരു ഡിപ്രസ്ഡ് അവസ്ഥയിലാണ് നിൽക്കുന്നത്. ചിലവരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു മെഡിക്കൽ ഒക്കെ എടുക്കേണ്ട ഒരു ആവശ്യം വരാനുള്ള സാധ്യതകൾ കാണിക്കുന്നുണ്ട്. ഒരു ഡിപ്രഷൻ സ്റ്റേജിൽ നിൽക്കുമ്പോൾ സ്വന്തം ആരോഗ്യത്തിനെ സംരക്ഷിക്കാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു മനസ്സിനെ നിലനിർത്താനായിട്ട് ഒരു ഡിപ്രഷൻ ടാബ്ലറ്റോ കാര്യങ്ങളോ ഒക്കെ എടുക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് ഈ ഒരു പേഴ്സന്റെ ഇപ്പോഴത്തെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു പ്രകാശത്തിനൊക്കെ തേടിയുള്ള യാത്രയാണ്. പ്രകാശം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നിങ്ങളാണ്. അതായത് അവരുടെ നീതി, ആ ഒരു നീതി എന്ന് പറയുന്നത് നിങ്ങളുടെ കയ്യിലാണ്. അപ്പൊ ഈ ഒരു വ്യക്തിയെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങൾ അത്രത്തോളം വേദനിപ്പിച്ചിരിക്കുന്ന പേഴ്സൺ ആണ്. ഇവിടെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് കാണിച്ചിരിക്കുന്നത്. ചെറിയ രീതിക്ക് കളവോ കാര്യങ്ങളോ പറഞ്ഞവരല്ല, ഭയങ്കരമായിട്ടുള്ള വലിയ രീതിക്ക്, അതും റിപ്പീറ്റ് ചെയ്തിട്ടോ. ഒരു പ്രാവശ്യമല്ല ഈ ഒരു പേഴ്സൺ നിങ്ങളെ ചീറ്റ് ചെയ്തിരിക്കുന്നത്. നിരന്തരമായിട്ട് നിങ്ങൾ ഇവരെ വിശ്വസിക്കുന്നു, വീണ്ടും ഇവരോട് ക്ഷമിക്കാൻ തയ്യാറായിട്ട് ലൈഫിലേക്ക് വന്നിട്ട് വീണ്ടും വീണ്ടും നിങ്ങളെ റിപ്പീറ്റ് ചെയ്ത് ചതിച്ച് കടന്നുപോയവരാണ്. അങ്ങനെയാണ് ഈ ഒരു ബന്ധം എന്ന് പറയുന്ന ബ്രേക്കപ്പ് സിറ്റുവേഷനിലേക്ക് പോയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവർക്കായിരിക്കും കൂടുതലായിട്ട് റെസനേറ്റ് ആവുക. എന്ന് വെച്ച് ഇവർ തെറ്റ് ചെയ്തിട്ട് നിങ്ങൾ അവരോട് ക്ഷമിക്കാൻ തയ്യാറായി കൂടെ നിന്നിട്ടും വീണ്ടും നിങ്ങളെ ചതിക്കുക എന്ന് പറയുമ്പോൾ അതൊരു നിസ്സാര കാര്യമല്ല. അപ്പൊ നിങ്ങളുടെ ആ ഒരു മനസ്സിനെ ഏൽപ്പിച്ചിരിക്കുന്ന മുറിവ് എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിനല്ല, ആക്ച്വലി ഇവിടെ കർമ്മ അല്ലെങ്കിൽ ഈ ഒരു പ്രപഞ്ചത്തിനാണ് ഏറ്റിരിക്കുന്നത്. നിങ്ങൾ വിശ്വസിക്കുന്ന ആ ഒരു ദൈവിക ശക്തി, നിങ്ങൾ ആരെയാണോ വിശ്വസിക്കുന്നത് ആ ഒരു ശക്തിയിലാണ് മുറിവേറ്റിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ അത് മറക്കാൻ തയ്യാറായിട്ടുണ്ടെന്നുണ്ടെങ്കിലും ആ ഏറ്റിരിക്കുന്ന കാര്യം പ്രപഞ്ചം ഒരിക്കലും മറക്കില്ല, യൂണിവേഴ്സ് ഒരിക്കലും മറക്കില്ല. അത് കൃത്യമായ സമയത്ത് അവരിലേക്ക് എത്തിക്കും. കർമ്മ അത് അങ്ങനെയാണ്. കർമ്മ ഈസ് എ ബൂമറാങ്. അതിപ്പോ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും അതിന് അതിൻ്റെതായ ഒരു പവർ ഉണ്ട്. അതാണ് ഇവിടെ പ്രവർത്തിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ആ ഒരു നീതി അവർക്ക് ലഭിക്കണം എന്ന് ആഗ്രഹിച്ചിട്ടാണ് അവർ ആ ഒരു റിസ്ക് എടുക്കാൻ തയ്യാറാവുന്നത്. ഇവിടെ നിങ്ങൾക്ക് കിങ് ഓഫ് വാണ്ട്സ് കാണാൻ സാധിക്കും. അവരൊരു കമ്മ്യൂണിക്കേഷന് വേണ്ടി തയ്യാറാവുകയാണ്. അവരിൽ ഒരു വലിയ രീതിക്കുള്ള ട്രാൻസ്ഫോർമേഷൻ ആണ് സംഭവിച്ചിരിക്കുന്നത്.
ഒരു സമയത്ത് ഭയങ്കര ഗർജിക്കുന്ന സിംഹം, അല്ലാന്നുണ്ടെങ്കിൽ അവർ പറയുന്ന അനുസരിച്ച് മാത്രം എല്ലാ കാര്യങ്ങളും നടക്കണം എന്നൊക്കെ രീതി ആയിരുന്നു എന്നുണ്ടെങ്കിൽ അവരുടെ ആ ഒരു ഗർജിക്കുന്ന രൂപത്തെയും ആ ഒരു ക്യാരക്ടറിനെയും ഒക്കെ എടുത്ത് മാറ്റി നിർത്തിയിട്ട് അവരുടെ അല്ലെങ്കിൽ നിങ്ങളുടേതായ രീതിയിലേക്ക് സംസാരിക്കാൻ, അല്ലെങ്കിൽ നിങ്ങളെ കൂടുതലായിട്ട് മനസ്സിലാക്കാൻ, നിങ്ങൾക്കൊരു പ്രയോറിറ്റി നൽകാനായിട്ടുള്ള മനസ്സിലേക്ക് അവരിപ്പോൾ ഇറങ്ങി തുടങ്ങിയിരിക്കുന്നു. ഒരു ട്രാൻസ്ഫോർമേഷൻ അവരിൽ നടന്നുകൊണ്ടിരിക്കുന്നു. ആ ഒരു കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് ഈ ഒരു വ്യക്തി ഇപ്പൊ തയ്യാറെടുക്കുകയാണ്. അതിലൊരു വിജയം അവർക്ക് വേണം എന്നുള്ള ഒരു ഉറച്ച തീരുമാനത്തോടു കൂടി. ഭയം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ഉണ്ട്. ഒരു ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ കാണിക്കുന്നുണ്ട്. കാരണം അവരുടെ ഉള്ളിൽ അവർക്ക് നിങ്ങൾ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക എന്നുള്ളൊരു ചിന്തയും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ അതിനേക്കാൾ മുകളിൽ നിൽക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹമാണ് ഇപ്പോൾ. നിങ്ങൾ ഒരു സമയത്ത് എന്താണോ ആഗ്രഹിച്ചിരുന്നത് ആ ഒരു രീതിയിലേക്ക് അവരുടെ മനസ്സ് മാറി തുടങ്ങിയിരിക്കുന്നു. ഒരു വലിയ രീതിയിലുള്ള മാറ്റം അല്ലെങ്കിൽ ഒരു healing നിങ്ങളുടെ വ്യക്തിയിൽ നടക്കുന്നു. അപ്പൊ ആ ഒരു ഭയത്തിനേക്കാൾ മുകളിൽ സ്നേഹം നിൽക്കുന്നത് കൊണ്ട് അവർ ഭയത്തിനെയൊക്കെ മാറ്റി നിർത്തിയിരിക്കുകയാണ്. അതുപോലെ അവർക്ക് ആ ഒരു നീതി നിങ്ങളിലേക്ക് നടപ്പിലാക്കണം എന്നുള്ള ചിന്തയും വന്നിട്ടുണ്ട്. അവർക്ക് മനസ്സിലാവുന്നുണ്ട് ഇതൊരു കർമ്മയാണ് എന്നുള്ളത്. അവർ ചെയ്തിരിക്കുന്ന പ്രവൃത്തിയുടെ ഫലമായിട്ടാണ് അവർ ലൈഫിൽ ഈ ഒരു കാര്യങ്ങളെല്ലാം നേരിടേണ്ടി വന്നിരിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് തന്നെ ഈ ഒരു പേഴ്സണ് മനസ്സിലാവുകയാണ്. ഇവിടെ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ യൂണിവേഴ്സൽ മദറിന്റെ എംപ്രസ് എനർജിയാണ് വന്നിരിക്കുന്നത്. ആ ഒരു യൂണിവേഴ്സൽ മദറിന്റെ വലിയ രീതിക്കുള്ള ഒരു ബ്ലെസ്സിങ് ഉള്ളതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു ഡിവൈൻ കണക്ഷൻ ഉള്ള ബന്ധമാണ്. നിങ്ങൾ പരിചയപ്പെട്ടിരിക്കുന്നത് പോലും ചിലപ്പോൾ അപ്രതീക്ഷിതമായിട്ടായിരിക്കാം. എവിടെയെങ്കിലൊക്കെ വെച്ചിട്ട് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് കണ്ടുമുട്ടിയ രണ്ട് വ്യക്തികൾ. റിലേഷൻഷിപ്പ് സ്റ്റാർട്ട് ചെയ്ത സമയത്തൊക്കെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് പോയൊരു ബോണ്ടിങ് ആണ് നിങ്ങളുടേത്. ഹസ്ബൻഡ് ആൻഡ് വൈഫ് ആണെന്നുണ്ടെങ്കിലും ലവേഴ്സ് ആണെന്നുണ്ടെങ്കിലും എങ്ങനെയുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിലും അത്രയും നല്ല ഒരു നീതി പുലർത്തി മുന്നോട്ടേക്ക് പോയ ബന്ധമാണ്. പ്രത്യേകിച്ച് നിങ്ങളെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത്രയും നീതിപൂർവ്വം ഈ ഒരു ബന്ധത്തിൽ നിന്നിരിക്കുന്നത്. നിങ്ങൾ അത്രയും നീതിപൂർവ്വം നിന്ന വ്യക്തികൾ ആയതുകൊണ്ട് തന്നെയാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളെ വഞ്ചിച്ചിട്ട് പോയ അല്ലെങ്കിൽ ചതിച്ചിട്ട് പോയ വ്യക്തികളുടെ ഭാഗത്ത് നിന്നും ഈ ഒരു രീതിയിലേക്ക് എഫേർട്ട് എടുക്കാൻ അവർ തയ്യാറാവുന്നത്. ഒരു സമയം നിങ്ങളാണ് അവരിലേക്ക് അഡിക്റ്റഡ് ആയിട്ട് നിന്നിരുന്നെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയം ആ ഒരു വ്യക്തിയാണ് നിങ്ങളിലേക്ക് അഡിക്ഷനുമായിട്ട് വരാനായിട്ട് പോകുന്നത്. അവരിപ്പോ നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു പ്രാർത്ഥനയിലാണ് അല്ലെങ്കിൽ ആ ഒരു മാനിഫെസ്റ്റ് ചെയ്യുന്ന ഒരു എനർജിയിലാണ്. ഒരിക്കലും നിങ്ങൾ അവരുടെ ലൈഫിൽ നിന്ന് വിട്ടു പോകരുത് എന്ന് ആഗ്രഹിച്ചു തുടങ്ങിയിരിക്കുന്നു. നിങ്ങളെക്കുറിച്ച് ആ ഒരു person ഇപ്പൊ അറിയുന്നുണ്ടാവില്ല. കാരണം നിങ്ങളും അവരുമായിട്ടുള്ള relationship ൽ ഇപ്പൊ ഒരുപാട് നാളുകളായിട്ട് ഒരു no contact situation ഒക്കെ നിൽക്കുന്നവരാണല്ലോ. breakup situation ഉള്ള energies ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഒരുപാട് നാളുകളായിട്ടുള്ള ഒരു breakup ആണെന്നുള്ളത് നമ്മൾ പറയുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴും നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള കാത്തിരിപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ person ഇപ്പൊ നിങ്ങളുടെ energy യെ കുറിച്ച് അവർക്ക് അറിയില്ല. നിങ്ങൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ടോ, എന്താണ്, ഏതാണ്, അവർക്ക് അതൊന്നും അറിയില്ല. പക്ഷേ നിങ്ങൾക്ക് ഒരു നീതി നടപ്പിലാക്കണം എന്നുള്ളതാണ് അവർ ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം. അതിനു വേണ്ടിയിട്ട് ഇവർ വരിക തന്നെ ചെയ്യും. അപ്പൊ നിങ്ങൾ അവരെ ഓർക്കാനും അവരിൽ നിന്ന് പൂർണ്ണമായിട്ട് വിട്ടു പോകാതിരിക്കാനും അതുപോലെ തന്നെ അവരോട് ക്ഷമിക്കാനുള്ള മനസ്സ് കാണിക്കാനും അവരിപ്പോ ഒരുപാട് pray ചെയ്യുന്നുണ്ട്. ഈ ഒരു സമയത്ത് നിങ്ങളുടെ person ന്റെ heart chakra ആണെന്നുണ്ടെങ്കിലും sacral chakra ആണെന്നുണ്ടെങ്കിലും open ആവുന്ന സമയമാണ് അല്ലെങ്കിൽ open ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇതുവരെ അവർ തലകൊണ്ട് മാത്രം ചിന്തിച്ച് അല്ലെങ്കിൽ ബുദ്ധിപൂർവ്വം മാത്രം എല്ലാ കാര്യങ്ങളെയും നോക്കിക്കണ്ടിരുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സമയത്ത് അവർ ഹൃദയം കൊണ്ട് ഭയങ്കരമായി ആഴത്തിൽ ചിന്തിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇപ്പൊ അവരെ കൂടുതലായിട്ട് മുന്നോട്ടേക്ക് നയിക്കുന്നത് ഹൃദയം തന്നെയാണ്. തലയൊക്കെ ആകെ മരവിച്ചിരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പൊ വൈകാരികപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് കൂടുതൽ value നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു stage ആണ് ഇവരുടേത്. ആ ഒരു ബുദ്ധിപൂർവമായിട്ടുള്ള കാര്യങ്ങൾ ഇവരിൽ വരുന്നുണ്ടെങ്കിൽ പോലും കൂടുതലായിട്ട് പ്രവർത്തിക്കുന്നത് അവരുടെ ഹൃദയം തന്നെയാണ് എന്ന് പറയേണ്ടി വരും. എങ്കിലും ബുദ്ധിപൂർവ്വം നിങ്ങളുടെ relationship ൽ ഒരു പുതിയ തുടക്കം അല്ലെങ്കിൽ ഒരു new chapter start ചെയ്യണമെന്ന് ചിന്തിക്കുന്നുണ്ട്. അല്ലെങ്കിൽ ആ ഒരു രീതിയിലേക്ക് planning നടക്കുന്നുണ്ട്. ഇപ്പോഴാണ് അവർക്ക് ഈ relationship ന്റെ കാര്യത്തിൽ അല്ലെങ്കിൽ നിങ്ങൾ അവരിൽ നിന്ന് വിട്ടുപോയ കാര്യത്തിൽ അല്ലെങ്കിൽ അവർ നിങ്ങളെ ഇത്രയും വേദനിപ്പിച്ചല്ലോ എന്നുള്ളതൊക്കെ ഓർക്കുമ്പോൾ മനസ്സ് നീറുന്നത്. ആ ഒരു കുറ്റബോധം ആണെന്നുണ്ടെങ്കിലും ആ ഒരു നഷ്ടബോധം ആണെന്നുണ്ടെങ്കിലും അതുപോലെ ആ ഒരു absence ആണെന്നുണ്ടെങ്കിലും നെഞ്ചിങ്ങനെ വലിച്ചു കീറുന്ന രീതിയിലുള്ള ഒരു അവസ്ഥയാണ്. Three of Swords എന്ന് പറയുമ്പോൾ അത്രയും powerful ആയിട്ടുള്ള ഒരു വേദന അനുഭവിക്കുന്ന ഒരു person ന്റെ energy ആണ്. അപ്പൊ ഈ ഒരു വ്യക്തി ഇപ്പോ നിങ്ങൾ അവരുടെ life ൽ ഇല്ലല്ലോ എന്നുള്ളത് ഓർത്ത് ഭയങ്കരമായിട്ടും അതികഠിനമായിട്ട് തന്നെ വേദനിക്കുന്നുണ്ട്. അപ്പൊ ഈ ഒരു person ഇത്രയും വേദനിക്കുകയും ചെയ്യുന്നുണ്ട്. അതോടൊപ്പം നിങ്ങളെ manifest ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അതുപോലെ നിങ്ങൾ തമ്മിൽ ഒരു divine connection ഉണ്ട് എന്നുള്ളതും നമ്മളിവിടെ കാണുന്നുണ്ട്. അപ്പൊ ഇവർ ഇതുപോലെ നിങ്ങളെ strong ആയിട്ട് manifest ചെയ്യുമ്പോൾ അതിന്റേതായ energies നിങ്ങൾക്ക് തീർച്ചയായിട്ടും effect ചെയ്യാതിരിക്കില്ല. അപ്പൊ അങ്ങനെ effect ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് നെഞ്ചിനൊരു ബുദ്ധിമുട്ടുകൾ വരിക, എപ്പോഴും ഈ ഒരു വ്യക്തിയുടെ ഓർമ്മകൾ വരിക, എത്ര വേണ്ട എന്ന് വെച്ച് നിങ്ങൾ മാറാൻ നോക്കിയാലും നിങ്ങൾക്ക് അതിന് സാധിക്കാതിരിക്കുക.
ഇപ്പൊ ചിലവരെ സംബന്ധിച്ചിടത്തോളം പെട്ടെന്ന് നിങ്ങൾക്ക് കരച്ചിൽ വരിക, ചിലവർക്ക് നേരെ തിരിച്ചായിരിക്കും, പെട്ടെന്ന് ഒരു സന്തോഷം വരുന്ന അവസ്ഥയായിരിക്കും. എന്താണ് നിങ്ങൾക്ക് സംഭവിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നില്ല. എന്തോ സംഭവിക്കുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടായിരിക്കാം. അപ്പൊ അങ്ങനെയൊക്കെ തോന്നുന്നവരാണെന്നുണ്ടെങ്കിൽ, അതുപോലെ നിരന്തരമായിട്ട് നിങ്ങൾ ഏഞ്ചൽ നമ്പേഴ്സ് കാണുക, യൂണിവേഴ്സൽ സയൻസ് അതൊക്കെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു കാര്യം നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സണിൽ മാറ്റങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയമായതുകൊണ്ടിട്ടാണ്. അപ്പൊ ആ ഒരു എനർജീനെ അട്രാക്ട് ചെയ്യാനായിട്ട് നിങ്ങൾ തയ്യാറെടുത്തുകൊള്ളൂ. അല്ലെങ്കിൽ ആ ഒരു നീതി നിങ്ങൾക്ക് നടപ്പിലാകാൻ പോവുകയാണ്. ഈ ഒരു പേഴ്സൺ ഇവിടെ ജസ്റ്റിസ് എനർജിയും വന്നിട്ടുണ്ട്. അപ്പൊ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള എനർജീസ് ആണ് വന്നിരിക്കുന്നത്. ഇവർ നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കാനും അർഹമായ ആ ഒരു സ്നേഹം നിങ്ങൾക്ക് നൽകിക്കൊണ്ട് ഈ ഒരു ബന്ധത്തിനെ നീതിപൂർവ്വം ബാലൻസ് ചെയ്തിട്ട് ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാനുള്ള ആക്ഷൻസ് എടുക്കാൻ വരികയാണ്. ഓക്കെ, അതിന് മുന്നോടിയായിട്ടാണ് അവർ ആ ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് നിങ്ങളിലേക്ക് കടന്നു വരുന്നത്. ആ ഒരു കമ്മ്യൂണിക്കേഷനിലൂടെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ് കൊണ്ടുവരിക, ഒരു ക്ലാരിറ്റി വരുത്തുക, അല്ലെങ്കിൽ അവരുടെ ആ ഒരു തെറ്റുകളെല്ലാം നിങ്ങളോട് ഏറ്റു പറയുക, നിങ്ങൾക്കൊരു നീതി നടപ്പിലാക്കുക. നിങ്ങൾ അവരുടെ കൂടെ വേണമെന്ന് തന്നെയാണ് ഈ ഒരു പേഴ്സൺ ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നത്. പക്ഷെ അത് നിങ്ങളുടെ ചോയ്സ് ആയിട്ട് ഇവർ വിടുന്നുണ്ട്. നിങ്ങൾക്ക് ഇവരെ വേണമെങ്കിൽ സ്വീകരിക്കാം. ഇവർ മനസ്സുകൊണ്ട് നിങ്ങൾ വേണം എന്നാണ് ആഗ്രഹിക്കുന്നത്. അവർ നിങ്ങളെ സ്വീകരിക്കണമെന്നും നിങ്ങൾ അവരെ സ്വീകരിക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് എന്താണ് നിങ്ങളുടെ ഡിസിഷൻ എന്നുള്ളത് അവർക്ക് അറിയില്ല. ആ ഒരു ഡിപ്രഷൻ അവസ്ഥ അല്ലെങ്കിൽ ആ ഒരു ഭയം അവരിലുണ്ട്. എങ്കിലും അവരെ എന്തും വരട്ടെ എന്നുള്ള രീതിക്ക് നിങ്ങൾക്ക് അല്ലെങ്കിൽ നിങ്ങളിലേക്ക് ഒരു ഫോർഗീവ്നെസ്, ഒരു വലിയ രീതിക്കുള്ള ക്ഷമാപണം നടത്താനായിട്ട് കടന്നു വരികയാണ്. യൂണിവേഴ്സൽ മദറിലേക്കൊക്കെ ഭയങ്കരമായിട്ട് ഒരു സ്പിരിച്വൽ കണക്ഷനിലേക്കൊക്കെ വന്നിട്ടുണ്ട്. ഈ ഒരു ബന്ധത്തിൽ ഒരു സന്തോഷം, സമൃദ്ധി എല്ലാം വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ജീവിതം ഒരുപാട് മാറ്റങ്ങൾ അവരിൽ വരുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയാണിത്. ഓക്കെ, അപ്പൊ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിൽ എടുക്കാൻ പോകുന്ന ഒരു ആക്ഷൻ ആയിട്ട് നമുക്കിവിടെ വരുന്നത്. അവരുടെ ഭാഗത്തു നിന്നും യൂണിവേഴ്സിന്റെ സപ്പോർട്ടോട് കൂടി നിങ്ങളുടെ ബന്ധത്തിലേക്ക് കടന്നു വരാൻ പോകുന്ന മാറ്റങ്ങൾ. അപ്പൊ വളരെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റീഡിംഗ് ആണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത് കേട്ടോ. അതായത് പോസിറ്റീവ് എന്ന് പറയാൻ കാരണം, നിങ്ങൾ ഇത്രയും ഭയങ്കര സ്ട്രഗിളിങ്ങിലൂടെ വന്ന വ്യക്തികളാണ് എന്നുണ്ടെങ്കിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു വ്യക്തിക്ക് വേണ്ടി നിങ്ങൾ ഇപ്പോഴും കാത്തിരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു നീതി ലഭിക്കാൻ, നിങ്ങൾക്ക് ചിലപ്പോൾ ഇവരുടെ കൂടെ ഒരുമിച്ച് ജീവിക്കണം എന്ന് ചിലവരെ സംബന്ധിച്ച് ആഗ്രഹം ഉണ്ടാവില്ല, ഇത്രയും വേദനകൾ സഹിച്ചവരായതുകൊണ്ട്. പക്ഷെ എങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടായിരിക്കാം ഇവര് നിങ്ങളെ തിരിച്ചറിയണം, അല്ലെങ്കിൽ ആ ഒരു കർമ്മ എന്ന് പറയുന്നത് എന്താണ് എന്നുള്ളത് ഇവർ മനസ്സിലാക്കണം എന്നെങ്കിൽ പോലും. ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ബ്ലെയിം ചെയ്തവരായതുകൊണ്ട് തന്നെ ആ ഒരു രീതിക്കൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നവരും ഉണ്ടാകാം. അപ്പൊ എങ്ങനെയുള്ളവരാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ആ ഒരു മനസ്സിന്റെ ആ ഒരു നന്മയും വിശ്വാസവും എല്ലാം സത്യമാവാനായിട്ട് പോവുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു പേഴ്സന്റെ ഭാഗത്തു നിന്നും ഈ ഒരു രീതിയിലുള്ള മാറ്റങ്ങൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിലേക്ക് വരാനായിട്ട് പോകുന്നത്. അപ്പൊ ഇതാണ് നമ്മുടെ ഇന്നത്തെ ഒരു റീഡിംഗ് ആയിട്ട് ഇവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പൊ ഈ ഒരു റീഡിംഗ് നിങ്ങൾക്ക് എത്ര പേർക്കാണ് റെസനേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്ത് തന്നെ അറിയിക്കുക. അതുപോലെ റെസനേറ്റ് ചെയ്യുന്നവരാണ് എന്നുണ്ടെങ്കിൽ ഈ ഒരു എനർജിയെ നിങ്ങൾക്ക് പോസിറ്റീവ് ആയിട്ട് തന്നെ ക്ലെയിം ചെയ്യാവുന്നതുമാണ്. അപ്പൊ നമ്മൾ ഇന്ന് ഈ ഒരു റീഡിംഗുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ക്ലൂസോ കാര്യങ്ങളോ ഒന്നും എടുക്കുന്നില്ല. നിങ്ങൾ ഈ ഒരു സിറ്റുവേഷൻ വെച്ചിട്ട് കണക്ട് ചെയ്യുക. ഈ ഒരു രീതിയിലാണ് നിങ്ങൾ ഇപ്പൊ അനുഭവിച്ച് നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ഒരു രീതിയിലാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നുണ്ടെങ്കിൽ അത് വെച്ച് നിങ്ങൾക്ക് കണക്ട് ചെയ്യാവുന്നതാണ്. അതനുസരിച്ച് നിങ്ങൾക്ക് ക്ലെയിം ചെയ്യാവുന്നതുമാണ്. റെസനേറ്റ് ചെയ്യുമോ എന്നുള്ളത് ചെക്ക് ചെയ്ത് നോക്കുക. അപ്പൊ വീണ്ടും നാളെ നല്ലൊരു റീഡിംഗുമായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ഒരുപാട് നന്ദി.